ഹലോ, പ്ലാന്റ് സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെക്സ് ബിഗോണിയൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ സെല്ലിങ്ങിന് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ളതും അതുപോലെ തന്നെ ബേബി പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഈ കാണുന്നതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരും കേട്ടോ. അപ്പോൾ റെക്സ് ബിഗോണിയ എന്ന് പറയുന്നത് നമുക്കറിയാം ലീഫുകൾ കൊണ്ട് നമ്മളെയൊക്കെ എന്താ പറയുക എല്ലാവരെയും ആകർഷിക്കുന്നൊരു പ്ലാന്റാണ് റെക്സ് ബിഗോണിയ. ഇതിൻ്റെ വളർത്തുന്ന കാര്യത്തിലൊക്കെ വളരെ സിമ്പിൾ പരിപാടിയാണെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഇതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ആ സമയങ്ങളിൽ കുറച്ച് കെയറിങ് ഒക്കെ കൊടുത്ത് വളർത്തേണ്ട ഒരു പ്ലാന്റാണ് റെക്സ് ബിഗോണിയ. ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാ നോർമലായിട്ടുള്ള അതായത് ഇതിന് ഓവർ സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് മതിയാവും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ പെട്ടെന്ന് ഫെയ്ഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓവർ വാട്ടറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. സോയിൽ ഡ്രൈ ആവുന്നതിനനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാവും. ഓവറായിട്ട് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് നാശമായി പോകും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സാധാ നോർമലായിട്ടുള്ള പോട്ടിംഗ് മിക്സ് മതിയാവും. നമ്മുടെ സാധാ ചകിരിച്ചോറും നമ്മുടെ കോക്കോപീറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു മിക്സ് ഉണ്ടല്ലോ, അതൊക്കെ ധാരാളമാണ് ഇതിന്. കോക്കോപീറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം കെട്ടിക്കിടന്ന് ഏത് പ്ലാന്റ് ആണെങ്കിലും നാശമായി പോവും. ഇത് പ്രത്യേകിച്ചും ഇതിന് ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കോക്കോപീറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ്. ഇതിൻ്റെ ലീഫുകൾ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, വേറെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ മാറി നിൽക്കും കേട്ടോ. നല്ല ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ് ഈ റെക്സ് ബിഗോണിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി തണൽ കൂടി കിട്ടുന്നൊരു സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിന് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നിൽക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഓവർ സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഇത് ഫെയ്ഡായി പോകും. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല തണലുള്ള നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് പുതിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ലീഫാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ലീഫ് വെച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കെയറിങ് കൊടുക്കുക. ഓവർ മഴയും ഓവർ വെയിലും പാടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് പ്ലേസ് ചെയ്യുക. ഓവർ ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ റെക്സ് ബിഗോണിയ. നമുക്ക് ഇതിൻ്റെ 10 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ കറൻ്റ്ലി അവൈലബിൾ ആണ്. 10 ഡിഫറൻസ് കളേഴ്സ് ആയിരിക്കും. സെലക്ഷനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഏതെങ്കിലും 10 ഡിഫറൻസ് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ കാണുന്നതൊക്കെ ആയിരിക്കും കേട്ടോ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാം കേട്ടോ.